ഹലോ തനുൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ഈസ്റ്ററാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ഗോതമ്പ് ദോശയും സാമ്പാറുമാണ് കേട്ടോ. പക്ഷേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവർ ക്രിസ്ത്യൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഈസ്റ്ററൊക്കെ ആയ കാരണം അവരിത് എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് കള്ളപ്പും സ്റ്റൂ കറി തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം കള്ളപ്പും ബീഫ് സ്റ്റൂ ആയിരുന്നു. അപ്പോൾ അത് തനുവിന് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ തനു വേണ്ടാന്ന് പറഞ്ഞിട്ട് തനുവിന് ഗോതമ്പ് ദോശ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഗോതമ്പ് ദോശ മതിയെന്ന് പറഞ്ഞു. അതിലേക്ക് കുറച്ച് സാമ്പാർ ഒഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തനു വേണ്ടാന്ന് പറഞ്ഞു. ദോശ തന്നെ തിന്നാൻ ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു കുറച്ച് സാമ്പാർ ഒഴിച്ച് കഴിച്ച് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതേ സ്പൂണിൽ തനു തന്നെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുക്കി ഇതേ കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സിദ്ധുക്കുട്ടന് തനു ചേച്ചി ഗോതമ്പ് ദോശ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം കൊടുത്തു, അത് സിദ്ധുക്കുട്ടൻ കഴിച്ചു. പിന്നെയും സിദ്ധു ചോദിച്ചപ്പോൾ നമ്മുടെ തനു ചേച്ചി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്ത് കൊടുത്തിട്ട് അത് ചേച്ചിയുടെ വായിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ സിദ്ധുമോൻ. അപ്പോൾ നേരത്തെ സാമ്പാർ കൂട്ടി കഴിക്കാൻ മടിയുള്ള തന്നു ഇപ്പോൾ കുറേ സാമ്പാർ കോരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാമ്പാറിൽ ദോശമുക്കി കഴിച്ചപ്പോഴേക്കും തനുവിന് നല്ല ഇഷ്ടമായി. അപ്പോൾ കുറേ സാമ്പാറും കോരി വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിദ്ധുമോനാണെങ്കിൽ ഒരു പനിയുണ്ട് കേട്ടോ. അതേ സിദ്ധുമോൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഒരു ക്ഷീണമുണ്ട്, പനിയാണ്, അതുകൊണ്ട് ഒരു സുഖമില്ലാതെ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ചേച്ചി ഗോതമ്പ് ദോശ തിന്ന് കണ്ടപ്പോൾ സിദ്ധുക്കുട്ടനും വേണം എന്നുണ്ട്. ചെറിയൊരു കഷ്ണം കഴിച്ചു, പിന്നെ കഴിച്ചില്ല കേട്ടോ. പിന്നെ തനു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഫ്രിഡ്ജ് പോയി തുറന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഫ്രിഡ്ജ് തുറക്കലാണ് പണി. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോയി തുറക്കണം. അപ്പോൾ ഒരു മുട്ട കിട്ടിയപ്പോൾ ബുൾസൈ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛമ്മ തനുകുട്ടിക്ക് ബുൾസൈ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബുൾസൈ എന്ന് പറഞ്ഞാലും 2 ഭാഗവും വേവിക്കൂട്ടാം, കുറച്ച് ഉപ്പിട്ടിട്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടൻ ചോറുണ്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. രാവിലെ സിദ്ധുവിന് ചോറാണ് കൊടുത്തത്. അപ്പോൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിദ്ധുക്കുട്ടൻ ചോറുണ്ട് ഏറ്റിട്ടുണ്ട്. അപ്പോഴാണ് തനു ചേച്ചി അവിടെ ഇരുന്നിട്ട് മുട്ട കഴിക്കുന്നത്. അപ്പോൾ സിദ്ധുവിന് ഒരു കഷ്ണം കൊടുത്തു. അപ്പോൾ സിദ്ധു അത് മേടിച്ചില്ല. അപ്പോൾ സിദ്ധുവിന് പ്ലേറ്റിൽ സിദ്ധു ചോറ് ഉണ്ട പ്ലേറ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇട്ട് കൊടുത്തു. അപ്പോൾ സിദ്ധുവിന് ഇഷ്ടമായിട്ട് അപ്പോൾ സിദ്ധു സ്പൂൺ എടുത്തിട്ട് അത് കൊത്തി കൊത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് മുട്ട കഴിക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ സുഖമില്ലാത്ത കാരണം അതൊന്നും മുട്ടയൊന്നും കഴിച്ചില്ല. അപ്പോൾ അത് തനുവിന് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ തനുവിന് അത് ഇഷ്ടമാവുന്നില്ല കേട്ടോ. കാരണം സിദ്ധു കഴിച്ച ചോറൊക്കെയുള്ള മുട്ട എനിക്ക് വേണ്ടാന്നും പറഞ്ഞിട്ടാണ് കേട്ടോ തനു ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഗോതമ്പ് ദോശ സാമ്പാർ ഉണ്ടെങ്കിലും എനിക്ക് കള്ളപ്പ് സ്റ്റൂ കണ്ടപ്പോൾ അത് കഴിക്കണം തോന്നിയിട്ടാണ്. സാധാരണ എനിക്ക് എരിവില്ലാത്ത കറികൾ അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഈ കറി നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക മണവും ഒക്കെ ആയിരുന്നു. അപ്പോൾ കള്ളപ്പും സ്റ്റൂവും കൂടിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചധികം തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ തനുക്കുട്ടി മുന്നിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പൈപ്പും എടുത്തുകൊണ്ട് വന്നിട്ട് ചെടി നനയ്ക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ചെടി നനയ്ക്കുന്നു, അങ്ങോട്ട് നനയ്ക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു, അങ്ങനെയൊക്കെ നേരം പോണ്ടേ. അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തനിച്ചേച്ചി ചെടി നനയ്ക്കുന്നുണ്ടപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടനും വേണമെന്നൊരാഗ്രഹം. അങ്ങനെ ചേച്ചി പൈപ്പ് അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിദ്ധു അതെടുക്കാനായിട്ട് നോക്കിയപ്പോഴേക്കും തനിച്ചേച്ചി അത് വലിച്ചു കൊണ്ടുപോയിട്ടാ. അപ്പോൾ സിദ്ധുക്കുട്ടൻ അതിൻ്റെ പിന്നാലെ ഓടുകയാണ് ആ പൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പേരും ഇപ്പോൾ പൈപ്പിന് വേണ്ടി അടിയായിട്ടാണ്. അങ്ങനെ സിദ്ധുക്കുട്ടന് പൈപ്പ് കിട്ടാണ്ടായപ്പോഴേക്കും അവൻ കരച്ചിൽ തുടങ്ങി. അപ്പോൾ തനുവിൻ്റേത് ഞാൻ ഒരുവിധം പറഞ്ഞ് പൈപ്പ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഓഫാക്കിട്ടോ, വെള്ളം വരുന്നില്ല, വെറുതെ പൈപ്പ് പിടിക്കാനായിട്ട് കൊടുത്തേക്കാണ്, അല്ലെങ്കിൽ ആകെ മൊത്തം നനഞ്ഞ് കുളിക്കും. അതുകൊണ്ട് ഞാൻ വെള്ളം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തനുക്കുട്ടി ഇപ്പോൾ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ തനു പറഞ്ഞു മേക്കപ്പ് ചെയ്തായോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ തനുകുട്ടിക്ക് ഐഷാഡും ലിപ്സ്റ്റിക്കും പൊട്ടൊക്കെ കുത്തി, പിന്നെ മുടിയൊക്കെ സ്ലേഡൊക്കെ കുത്തി, ഐലൈനർ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങാനായിട്ടാണ് കണ്ണടച്ചിരിക്കുന്നത്. അങ്ങനെ ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കും തനു കണ്ണാടയിൽ നോക്കിയപ്പോൾ തനുവിനെ തന്നെ നല്ല ഇഷ്ടമായി. അപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അതും കഴിഞ്ഞ് എൻ്റെ ഒരു ഷാൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് 2 സൈഡിലും സൂചിയൊക്കെ കുത്തിയതായോ എന്നും പറഞ്ഞിട്ട് അത് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഷാളും ഇട്ടിട്ട് വട്ടം കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഉച്ചയായി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഉച്ചത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറും ചിക്കൻ കറിയും സർലാസായിരുന്നു കേട്ടോ, ഈസ്റ്റർ സ്പെഷ്യൽ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് എന്താ ഫുഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ തനുക്കുട്ടി ഇവിടെ ടിവിയുടെ മുന്നിൽ വന്നിരുന്നിട്ട് സിനിമയും കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങാനായിട്ട് വന്നേക്കാണ് കേട്ടോ റൂമിൽ. അപ്പോൾ ഉച്ച നേരത്ത് തനുക്കുട്ടി കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റപ്പോൾ തനുവിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റസ്ക് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ റസ്ക് എടുത്തപ്പോൾ അതിന് ചായയിൽ മുക്കി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിദ്ധുക്കുട്ടനാണെങ്കിൽ ഇതേ ഒരു കപ്പും കയ്യിലും കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് കളിക്കുന്നത്. എത്ര കളിക്കോപ്പുകൾ ഉണ്ടെങ്കിലും ഈ അടുക്കളയിലെ പാത്രങ്ങൾ വെച്ച് കളിക്കാനാണ് കേട്ടോ ഇവർക്ക് കൂടുതലും ഇഷ്ടം. ഇപ്പോൾ ഇതേ 2 കപ്പും കയ്യിലും ഒക്കെ എടുത്തിട്ട് ചെണ്ടക്കൊട്ടാണ് കേട്ടോ, ഭയങ്കര ചെണ്ടക്കൊട്ടാണ്.
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തനിക്കുട്ടി ഇതേ അച്ചാച്ചൻ്റെ അച്ഛമ്മയും കൂടെ ഇവിടെ അടുത്ത് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ. അത്ര നല്ല പാർക്കല്ല, എന്നാലും കുട്ടികൾക്ക് കുറച്ച് നേരമൊക്കെ കളിക്കാൻ പറ്റിയ ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവാണെന്നും പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി അച്ചാച്ചൻ്റെ അച്ഛമ്മയുടെ കൂടെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചി ഡ്രസ്സ് മാറി പോകണം കണ്ടപ്പോഴേക്കും നമ്മുടെ സിദ്ധുക്കുട്ടനും പോകണമെന്നൊരാഗ്രഹം. അപ്പോൾ സിദ്ധുവിന് പനിയായ കാരണം പിന്നെ കൊണ്ടുപോയില്ല. അപ്പോൾ ചേച്ചി വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും സിദ്ധുക്കുട്ടൻ ചേച്ചിയുടെ കയ്യിലേക്ക് ചാടി. അവന് മനസ്സിലായി ടാറ്റ പോവാണെന്ന്. അപ്പോൾ പിന്നെ വേഗം ചേച്ചിയുടെ അടുത്തേക്ക് ചാടിയിട്ടുണ്ട്. ചേച്ചി ഇത് എടുത്തുകൊണ്ട് പോകും, ഇപ്പോഴും എന്നെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ സിദ്ധുക്കുട്ടൻ ഇരിക്കുന്നത്. അപ്പോൾ സിദ്ധുവിനെ കൊണ്ടുപോയിണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ച് വന്നപ്പോഴേക്കും കടയിൽ കയറി ഇതേ കുറുക്കുറൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്കുട്ടി. ഒരെണ്ണം എനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ ഒരെണ്ണം എനിക്ക് തന്നു. പിന്നെ തരില്ല എന്നും പറഞ്ഞുകൊണ്ട് പോയിരുന്നു. പക്ഷേ ഞാൻ തിന്നു കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കുമ്പോൾ പിന്നെയും തനി കൊണ്ടുവന്നിരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറുക്കുറൊക്കെ കഴിച്ചു. പിന്നെ കപ്പലണ്ടി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഈ ഈവനിങ്ങിൽ വെച്ചിട്ട് വീഡിയോ നിർത്തുകയാണ്. അധികം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ തനുടെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.